ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറൊരു ക്ലൈമറ്റിൻ്റെയാണ്. അതായത് ഹോട്ട് ഡ്രൈ ക്ലൈമറ്റിൻ്റെ ട്രോപ്പിക്കൽ ഷെൽട്ടർ എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വൺ നേച്ചർ ഓഫ് ദി ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം പറയുന്നത് പോലെ ഹോട്ട് ഡ്രൈ ക്ലൈമറ്റ്, അപ്പോൾ പേര് പോലെ തന്നെ നമുക്ക് മനസ്സിലാവും ഹോട്ടായിരിക്കും, അതുപോലെ തന്നെ ഡ്രൈ ആയിരിക്കും, വിച്ച് ഈസ് സിമിലർ ടു ഡെസേർട്ട് ക്ലൈമറ്റ്സ് അല്ലേ. ഡെസേർട്ടിൻ്റെ ഹോട്ട് ഡ്രൈ ക്ലൈമറ്റ് പോലെ തന്നെ ആയിരിക്കും ഇവിടുത്തെയും ഹോട്ട് ഡ്രൈ ക്ലൈമറ്റ്. ഇനി അതിൻ്റെ നേച്ചർ നോക്കാം. ക്യാരക്ടറൈസ്ഡ് ബൈ വെരി ഹോട്ട് ഡ്രൈ എയർ ആൻഡ് ഡ്രൈ ഗ്രൗണ്ട്. അപ്പം ഡ്രൈ എയർ ആയിരിക്കും, ഡ്രൈ ഗ്രൗണ്ട് ആയിരിക്കും, വെരി ഹോട്ട് ക്ലൈമറ്റ് ആയിരിക്കും ഇവിടെ. അതുപോലെ തന്നെ ഇവിടുത്തെ എയർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 27 and 49 ഡിഗ്രി സെൽഷ്യസ്. അപ്പം ഡേ ടൈമിൽ 27 to 49 ഡിഗ്രി സെൽഷ്യസ് വരെയും ഇവിടുത്തെ ടെമ്പറേച്ചർ കാണാൻ പറ്റും. ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് വെരി ലോ ആയിരിക്കും. അതുപോലെ തന്നെ ഹോട്ട് ഡ്രൈ ക്ലൈമറ്റ് ആയതുകൊണ്ട് റെയിൻഫോളിൻ്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ റെയിൻഫോളിൻ്റെ എമൗണ്ട് കുറവായത് കാരണം പ്ലാന്റ്സ് അതുപോലുള്ള ട്രീസ് അതൊക്കെ വളരാനുള്ള ചാൻസസും കുറവായിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ വേറൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് സൺലൈറ്റ് ഉണ്ടായിരിക്കും, വിച്ച് പ്രൊഡ്യൂസസ് അൺകംഫർട്ടബിൾ ഗ്രൗണ്ട് ഗ്ലെയർ. അപ്പോൾ ഗ്രൗണ്ടിലൊക്കെ ഈ ഡേ ടൈമിൽ സണ്ണിൻ്റെ ഗ്ലെയർ കൂടുതലായിരിക്കും, സണ്ണിൻ്റെ സൺലൈറ്റ് കൂടുതലായിരിക്കും ഈ ഒരു ക്ലൈമറ്റിൽ. അതുപോലെ തന്നെ ലോക്കൽ തെർമൽ വിൻഡ്സ് ഓഫൺ ക്യാരീസ് ഡസ്റ്റ് ആൻഡ് സാൻഡ്. ഇനി അതുപോലെ തന്നെ വിൻഡ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ തന്നെയും ഡെസേർട്ടി ക്ലൈമറ്റ് ആയത് കാരണം വിൻഡ് ക്യാരീസ് ഡസ്റ്റ് ആൻഡ് സാൻഡ്. അതാണ് അതിൻ്റെ നേച്ചർ ഓഫ് ദി ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ദെൻ ഫിസിയോളജിക്കൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിസിക്കൽ കംഫർട്ട് ബൈ ഡേ ഡിപ്പെൻഡ്സ് മെയിൻലി ഓൺ ദി റിഡക്ഷൻ ഓഫ് ദി ഇൻറ്റൻസ് സോളാർ റേഡിയേഷൻ ഫ്രം ദി സൺ, ഗ്രൗണ്ട് ആൻഡ് സറൗണ്ടിങ് ബിൽഡിങ്സ്. നമുക്കൊരു കംഫർട്ട്, ഫിസിയോളജിക്കൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ കംഫർട്ട് എങ്ങനെ കിട്ടുന്നു. അപ്പോൾ ഡേ ടൈമിൽ നമുക്ക് ഈ ക്ലൈമറ്റിൻ്റെ കേസിൽ ഫിസിക്കൽ കംഫർട്ട് കിട്ടണമെങ്കിൽ സോളാർ റേഡിയേഷൻ മാക്സിമം കുറയ്ക്കണം അല്ലേ. സോളാർ റേഡിയേഷൻ മാക്സിമം ബിൽഡിങ്ങിൽ നിന്നും അതുപോലെ തന്നെ സറൗണ്ടിങ് ബിൽഡിങ്സിലെ സോളാർ റേഡിയേഷനും ഗ്രൗണ്ടിലടിക്കുന്ന സോളാർ റേഡിയേഷനൊക്കെ മാക്സിമം കുറച്ചാൽ മാത്രമേ നമുക്ക് ഡേ ടൈമിൽ കംഫർട്ടബിളായിട്ട് ആ ബിൽഡിങ്ങിനുള്ളിൽ ഇരിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ബിക്കോസ് ഓഫ് ദ കോൺസ്റ്റൻ്റ്ലി ലോ ഹ്യൂമിഡിറ്റി ഇവാപ്പറേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ഇൻ എനി ക്ലൈമറ്റ്. ഈ ഒരു കേസിൽ ഹ്യൂമിഡിറ്റി കുറവായത് കാരണം ഇവാപ്പറേഷൻ്റെ റേറ്റ് കൂടുതലായിരിക്കും. ബ്രീസസ് കനോട്ട് ബി യൂസ് ടു അഡ്വാൻറ്റേജ് ഇൻഡോർസ് അൺലെസ് ദ എയർ ഈസ് കൂൾ ആൻഡ് ദ ഡസ്റ്റ് ഫിൽട്ടേർഡ് ഔട്ട്. ഈ ഒരു കേസിൽ സ്ട്രോങ് ആയിട്ട് വിൻഡ് ഉണ്ടെങ്കിൽ തന്നെയും വിൻഡിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് വിൻഡ് ക്യാരീസ് ഡസ്റ്റ് ആൻഡ് സാൻഡ്. വിൻഡിൻ്റെ കൂടെ സാൻഡും ഡസ്റ്റും ഒക്കെ വരുന്നത് കാരണം ആ ഒരു വിൻഡ് നമുക്ക് ഇൻഡോർ അറ്റ്മോസ്ഫിയർ കൂളാക്കാൻ പറ്റുന്ന ഒരു വിൻഡ് ആയിരിക്കില്ല. മെയിനായിട്ട് ഇങ്ങനത്തെയുള്ള കേസസിൽ സോളാർ റേഡിയേഷൻ കുറയ്ക്കാനുള്ള സ്റ്റെപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കുകയാണ് വേണ്ടുന്നത്. ഇനി ഇതിൻ്റെ ഫോം ആൻഡ് പ്ലാനിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഔട്ടർ കണ്ടീഷൻസ് ആർ വെരി ഹോസ്റ്റൈൽ ഇൻ ദിസ് ക്ലൈമറ്റ്. ബോത്ത് ദ ബിൽഡിങ്സ് ആൻഡ് എക്സ്റ്റേണൽ സ്പേസസ് നീഡ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ദ ഇൻറ്റൻസ് സോളാർ റേഡിയേഷൻ ആൻഡ് ഹോട്ട് ഡസ്റ്റി വിൻഡ് എക്സെട്ര. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഔട്ട്ഡോർ കണ്ടീഷൻസ് എന്ന് പറയുന്നത് വെരി ഹോസ്റ്റൈൽ ആയിരിക്കും, അതായത് ചൂട് കൂടുതലായിരിക്കും പുറത്ത്. അപ്പം ബിൽഡിങ്സിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ സറൗണ്ടിങ് ഏരിയാസിലെയും ചൂട് കുറയ്ക്കുക എന്നതാണ് ഈ ഉള്ളൊരു ക്ലൈമറ്റിൻ്റെ അല്ലെങ്കിൽ പ്ലാനിങ്ങിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ആൻ എൻക്ലോഷർ കോമ്പാക്റ്റബിൾ പ്ലാൻഡ് ആൻഡ് ഇൻവേർട്ട് ലുക്കിംഗ് ബിൽഡിംഗ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ. അപ്പോൾ ഇതിൻ്റെ പ്ലാനിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻക്ലോസ്ഡ് ആയിട്ട് ബിൽഡിംഗ് അടുത്തടുത്ത് ഗ്രൂപ്പായിട്ട് പ്ലാൻ ചെയ്യുന്ന, കോമ്പാക്റ്റബിൾ ആയിട്ട് പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഈ ഒരു കേസിൽ ബിൽഡിങ്സിൽ നല്ലതുണ്ടാവുക. ബിൽഡിംഗ് ഷുഡ് പെർഫോംലി ഫേസ് നോർത്ത് ആൻഡ് സൗത്ത്. അപ്പം നോർത്തിലും സൗത്തിലും ഫേസ് ചെയ്തിട്ടുള്ള ബിൽഡിംഗ് ആയിരിക്കും ഈ ഒരു കേസിൽ സ്യൂട്ടബിളായിട്ട് ഉണ്ടാവുക. ഷെയ്ഡിങ് ഓഫ് റൂഫ്, വാൾ ആൻഡ് ഔട്ട്ഡോർ സ്പേസസ് ഈസ് ക്രിട്ടിക്കൽ. അതുപോലെ തന്നെ ഔട്ട്ഡോർ സ്പേസസ്, ഇപ്പം ഔട്ട്ഡോർ ലെഷർ സ്പേസസ് അല്ലെങ്കിൽ ഗ്രീൻ സ്പേസസ് അല്ലെങ്കിൽ ഗാർഡൻ സ്പേസസ് ഒക്കെ കാണും. അപ്പോൾ ആ ഒരു ഗാർഡൻ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ, പുറത്ത് പോയി നമുക്ക് ഇരിക്കാൻ പറ്റണമെങ്കിൽ എന്താ, സണ്ണിൻ്റെ ചൂട് കുറേയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റണം. അപ്പോൾ അത് എങ്ങനെ നമുക്ക് പ്ലാനിങ്ങിൽ കുറയ്ക്കാൻ പറ്റും? ബിൽഡിങ്ങിന് തന്നെ ഔട്ട്ഡോർ വാൾ ഉണ്ടല്ലോ, ആ വാളിൻ്റെ ഷെയ്ഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. നല്ലൊരു വലിയ ഉയരത്തിലൊരു വാൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷെയ്ഡിങ് കൊണ്ടിട്ട് നമുക്ക് ആ ഒരു എക്സ്റ്റേണൽ സ്പേസസ് മാക്സിമം ഷെയ്ഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റൂഫിൻ്റെ ഷെയ്ഡിങ് വഴി നമുക്ക് ആ ഒരു എക്സ്റ്റേണൽ സ്പേസസിലെ ഷെയ്ഡിങ് കൂട്ടാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക.
The close group of building, narrow road, street, a small enclosed courtyard to get maximum amount of shade and coolness. അതുപോലെ തന്നെ എക്സ്റ്റേണൽ സ്പേസസിൽ കോർട്ട്യാർഡ്സ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ പൂളോ അതുപോലുള്ള വാട്ടർ ബോഡീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്റ്റേണൽ സ്പേസസിൻ്റെ ഹീറ്റ് കുറേയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതാണ് നമ്മൾ ഫോമിൻ്റെ കേസിലും പ്ലാനിങ്ങിൻ്റെ കേസിലും ഈ ഒരു ക്ലൈമറ്റ്, ഹോട്ട് ഡ്രൈ ക്ലൈമറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി എക്സ്റ്റേണൽ സ്പേസസ് എങ്ങനെയൊക്കെയാണ് ഈ ക്ലൈമറ്റ് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇറ്റ് ഈസ് നെസസറി ടു ക്രിയേറ്റ് എക്സ്റ്റേണൽ സ്പേസസ് കെയർഫുള്ളി. അപ്പോൾ ഈ ഒരു കേസിൽ എക്സ്റ്റേണൽ സ്പേസസ് ഒക്കെ ക്രിട്ടിക്കലായിട്ടും കെയർഫുള്ളായിട്ടും നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം. എൻക്ലോഷർ ഓഫ് outdoor areas by wall which are themselves shaded, which help to avoid glare and at the same time keep out the dust and hot winds. അപ്പം എക്സ്റ്റേണൽ സ്പേസസ് കെയർഫുള്ളായിട്ട് ഡിസൈൻ ചെയ്യണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വാൾസും അതുപോലെ തന്നെ എൻക്ലോഷർ ആയിട്ടുള്ള വാൾസും ബിൽഡിങ്സും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയും ആ ബിൽഡിങ്ങിന് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്പേസസ് ഷെയ്ഡിങ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഷെയ്ഡിങ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ ഡസ്റ്റി വിൻഡും ഡസ്റ്റി സാൻഡും ഒക്കെ നമുക്ക് ഒരു പരിധി വരെയും കുറയ്ക്കാനും പറ്റും. അതുപോലെ തന്നെ ട്രീസ്, പ്ലാന്റ്സ്, വാട്ടർ ബോഡീസ് ഇതെല്ലാം എക്സ്റ്റേണൽ സ്പേസസിൽ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പം ഇവാപ്പറേഷൻ്റെ റേറ്റും കൂടുതലായിട്ട് നമുക്ക് ഒരു കൂൾ അറ്റ്മോസ്ഫിയർ ആ ഒരു എക്സ്റ്റേണൽ സ്പേസസിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എക്സ്റ്റേണൽ സ്പേസസ് ഡിസൈൻ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ട്രീസ് വെച്ച് പിടിപ്പിക്കുക, പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കുക, അതുപോലെ തന്നെ കോർട്ട്യാർഡ്സ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ പൂള്, വാട്ടർ ബോഡീസ് ഇതൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്, സെക്ഷണൽ എലിവേഷൻ പോലെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൽ രണ്ട് സൈഡും കോമ്പാക്റ്റബിളായിട്ട് ബിൽഡിങ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടുവിലായിട്ട് നമുക്കൊരു പൂള് കാണാൻ പറ്റും. അപ്പോൾ പൂള് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇവാപ്പറേറ്റീവ് കൂളിംഗ് നടക്കും. അപ്പോൾ വാട്ടർ ബോഡിയുടെ ചുറ്റുമുള്ള ഏരിയാസിൽ എന്താവും, ഒരു കൂൾ അറ്റ്മോസ്ഫിയർ ആവും ക്രിയേറ്റഡ് ആവുക. അങ്ങനെ നമുക്ക് സണ്ണിൻ്റെ ഗ്ലെയർ ഒരു പരിധി വരെയും നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടാമത്തെ കേസിലാണെങ്കിൽ കോർട്ട്യാർഡ് സ്പേസ് ആണ്, ഓപ്പൺ കോർട്ട്യാർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും ആണെങ്കിൽ കൂളിംഗ് നടക്കും. അവിടെ ട്രീസോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സണ്ണിൻ്റെ ഗ്ലെയർ ഒരു പരിധി വരെയും കുറയ്ക്കാൻ പറ്റും. സോ ദിസ് ഈസ് എ ബെസ്റ്റ് എക്സ്റ്റേണൽ സ്പേസ്. ദ സ്മോൾ കോർട്ട്യാർഡ് ഈസ് ആൻ എക്സലൻറ്റ് തെർമൽ റെഗുലേറ്റർ ഇൻ മെനി വേസ്. അപ്പോൾ എക്സ്റ്റേണൽ സ്പേസസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. സ്മോൾ കോർട്ട്യാർഡൊക്കെ കൊടുത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തെർമൽ റെഗുലേഷൻസ് ഒരു പരിധി വരെയും കുറയ്ക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ റൂഫും വാളും ഓപ്പണിങ്സും ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പം ഇന്നത്തെ എഴുതേണ്ട കാര്യങ്ങൾ നോട്ട്സിൽ എഴുതുക. എക്സ്പ്ലെയിൻ ദി ട്രോപ്പിക്കൽ ഷെൽട്ടർ ഫോർ ഹോട്ട് ഡ്രൈ ക്ലൈമറ്റ്, അതിൻ്റെ നേച്ചർ എഴുതുക, ഫിസിയോളജിക്കൽ ഒബ്ജക്റ്റീവ്സ് എഴുതുക, ഫോം ആൻഡ് പ്ലാനിങ് എഴുതുക, എക്സ്റ്റേണൽ സ്പേസസ് എഴുതുക, അതിൻ്റെ ഫിഗറും കൂടി വരച്ച് നിർത്തുക. ബാക്കി റൂഫ് വാളും ഓപ്പണിങ്സ് ബാക്കി കാര്യങ്ങൾ ഈ ഒരു ക്ലൈമറ്റിൻ്റെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.